നമ്മൾ ഒരുപാട് ആളുകൾ നമ്മുടെ വീട്ടിലുണ്ടാവും, നമ്മുടെ കുടുംബത്തിലുണ്ടാവും, നമ്മുടെ സുഹൃത്തുക്കളിൽ എല്ലാവരും ഉണ്ടാവും വേദനകൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ. ഇതിനൊക്കെ ഒരുപാട് ചികിത്സകളും ചെയ്തിട്ടുണ്ടാവും, മരുന്ന് പരട്ടിയിട്ടുണ്ടാവും, മരുന്നുകൾ കഴിച്ചിട്ടുണ്ടാവും, ഉഴിച്ചിൽ നടത്തിയിട്ടുണ്ടാവും. പക്ഷെ എത്ര നടത്തിയാലും ഒരുപാട് വേദനകളൊന്നും ചെയ്യുന്നില്ല, മാറുന്നില്ല. ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാവരും വിചാരം എന്ന് പറയുന്നത് ഒരു വട്ടം തേയ്മാനം സംഭവിച്ചാൽ അത് കാലാകാല വേദന കൊണ്ട് സഹിക്കണം, അത് മാറില്ല, അതുകൊണ്ട് ഒരുപാട് നമ്മളെ വർക്കൊക്കെ നമ്മളെ ജീവിതം അവസാനിക്കുന്ന രൂപത്തിലാണ് ആളുകൾ കാണുന്നത്. അപ്പോൾ ഈ മെക്കാനിസം നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു പ്രശ്നമുള്ള ഭാഗത്ത്, മുട്ട് തേയ്മാനത്തിനാണെങ്കിൽ അവിടെ പ്രശ്നമുള്ള ഭാഗത്ത് നമ്മൾ കുറച്ച് റിലേറ്റീവ് റെസ്റ്റ് കൊടുക്കണം. അതായത് 2-3 ദിവസം നമ്മൾ അവിടെ പെയിൻ ഉണ്ടാവും, കാരണം അവിടെ ഒരു ഇൻഫ്ലമേറ്ററി റിയാക്ഷൻ നടക്കുകയാണ്. പിന്നെ റെസ്റ്റ് കൊടുക്കേണ്ടതായിട്ടുണ്ട്, ദൂരയാത്രകൾ പോകാൻ പാടില്ല, കുറച്ച് നേരം നിന്നിട്ടുള്ള ജോലികൾ ഒഴിവാക്കണം. അപ്പോൾ ഇത്തരത്തിൽ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരുന്നു. അതുപോലെ ഈ ഹീലിംഗ് പ്രോസസ്സിന് കാൽഷ്യം ആവശ്യമാണ്, വൈറ്റമിൻ സി ആവശ്യമാണ്, മറ്റു മിനറൽസും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ അത് സപ്ലിമെന്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ എന്താണോ ആ പെയിൻ കണ്ടീഷൻ, എന്താണോ ആ രോഗിയുടെ അസുഖം, അതിനനുസരിച്ച് നമുക്ക് കുറച്ച് കാലത്തേക്ക് മെഡിസിൻസ് കഴിക്കേണ്ടതായിട്ട് വരും. കോൺവോ ഹെൽത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഡോക്ടർ നജോമ മാമാണ്. കോട്ടക് സ്പൈൻ ആൻഡ് പെയിൻ കെയറിലെ പെയിൻ ഫിസിഷ്യനാണ്. നമ്മളിൽ ഒരുപാട് ആളുകൾ നമ്മുടെ വീട്ടിലുണ്ടാവും, നമ്മുടെ കുടുംബത്തിലുണ്ടാവും, നമ്മുടെ സുഹൃത്തുക്കളിൽ എല്ലാവരും ഉണ്ടാവും വേദനകൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ. അത് കാൽമുട്ട് വേദന ഉണ്ടാവും, കൈമുട്ട് വേദന ഉണ്ടാവും, ഊരവേദന, ഷോൾഡർ പെയിൻ, അങ്ങനെ തുടങ്ങിയ ഒരുപാട് വേദനകൾ. ഇതിനൊക്കെ ഒരുപാട് ചികിത്സകളും ചെയ്തിട്ടുണ്ടാവും, മരുന്ന് പരട്ടിയിട്ടുണ്ടാവും, മരുന്നുകൾ കഴിച്ചിട്ടുണ്ടാവും, ഉഴിച്ചിൽ നടത്തിയിട്ടുണ്ടാവും. പക്ഷെ എത്ര നടത്തിയാലും ഒരുപാട് വേദനകളൊന്നും ചെയ്യുന്നില്ല, മാറുന്നില്ല. മാറും, ആ സമയത്ത് മാറും, പിന്നീടും വരും. അതൊരു ശാശ്വതമായിട്ട് മാറാത്ത ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട്. പിന്നെ ആളുകൾ കുറേ ചോദിക്കുന്ന ഒരു വിഷയമാണ്, നമുക്ക് ഒരുപാട് കാലം മരുന്ന് കഴിക്കേണ്ടാത്ത അല്ലെങ്കിൽ സർജറി ചെയ്യാതെ നമ്മുടെ ശരീരത്തിൽ ഈ വേദനകൾക്ക് എങ്ങനെ മാറ്റാം എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് മാമുമായി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരുപാട് കാലം മരുന്ന് കഴിക്കേണ്ടാത്ത, സർജറി കൂടാതെ തന്നെ നമ്മളെ ശരീരത്തിൻ്റെ വേദനകൾ മാറ്റാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചാണ്. അതാണ് റീജനറേറ്റീവ് തെറാപ്പി. അത് എന്താണ് എന്നുള്ളത് നമുക്ക് കൂടുതലായിട്ട് മാമിനോട് ചോദിക്കാം. എന്താണ് മാം ഈ റീജനറേറ്റീവ് തെറാപ്പി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റീജനറേറ്റീവ് മെഡിസിൻ എന്ന് പറയുന്നത്? തീർത്തും ഈ കാലഘട്ടത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതും, എന്നാൽ അത് എവിഡൻസ് ബേസ്ഡ് ആയിട്ട് സംസാരിക്കുകയാണെങ്കിൽ ഓൺ ദ ലിറ്ററേച്ചറിൽ ഇപ്പോഴും നമ്മൾ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫീൽഡാണ് റീജനറേറ്റീവ് മെഡിസിൻ. ഈ റീജനറേറ്റീവ് മെഡിസിന് തുടക്കകാലങ്ങളിൽ ഒരു മോർ ദാൻ 100 years ചിലപ്പം തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ക്ലിനിക്കൽ ട്രയൽസ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അതായത് റീജനറേഷൻ ആണ് അവിടെ. അതായത് പുതിയ കോശങ്ങൾ നമ്മളുടെ തന്നെ സെൽസ് ഉപയോഗിച്ചിട്ട് നമ്മളുടെ തന്നെ പരിക്കുകൾ, തേയ്മാനങ്ങൾ, കാര്യങ്ങളൊക്കെ അവിടെ റീജനറേറ്റ് ചെയ്യാണ്. പരിക്കുകൾ ഭേദമാവുകയാണ്, കാർട്ടിലേജസ് ഒക്കെ പുതിയ സെൽസ് വരികയാണ്, മസിലിൻ്റെ ടിഷ്യൂസൊക്കെ പുതിയത് വരികയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റഡീൻ്റെ ഒരു ഇലാബറേറ്റ് ഫോമാണ് റീജനറേറ്റീവ് മെഡിസിൻ. അതിൽ ഒരുപാട് ശാഖകളുണ്ട്. അതിൽ നമ്മൾ സാധാരണ ഒരു മസ്കുലോസ്കെൽറ്റൽ, അതായത് മസിൽസിൻ്റെയും ടെൻഡൻസിൻ്റെയും ജോയിൻസിൻ്റെയും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് പ്ലേറ്റിൽ റിച്ച് പ്ലാസ്മ തെറാപ്പി. അപ്പോൾ അതിൻ്റെ ഇംപ്ലിക്കേഷൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വിചാരിക്കുന്നത്. ഓക്കെ, നമ്മൾ ഈ ഒരു PRP പറഞ്ഞു, റീജനറേറ്റീവ് തെറാപ്പിയിലെ PRP പറഞ്ഞു. ഇത് നമ്മുടെ ശരീരത്തിൽ ഏതൊക്കെ ഭാഗങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, ഏതൊക്കെ വേദനകൾക്ക് നമുക്ക് ഇതൊരു പരിഹാരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും? റീജനറേറ്റീവ് മെഡിസിനിലുള്ള ഒരു ഭാഗം മാത്രമാണ് പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ തെറാപ്പി. അതായത് പ്ലേറ്റ്ലെറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ രക്തത്തിലുള്ള ഒരുപാട് കോശങ്ങളുണ്ട്. അതിൽ ഒന്നാണ് RBCs, അതായത് ചുവന്ന രക്താണുക്കൾ, WBCs, അതായത് വൈറ്റ് ബ്ലഡ് സെൽസ്, അതുപോലെ തന്നെ വരുന്നതാണ് പ്ലേറ്റ്ലെറ്റ്സും പിന്നെ പ്ലാസ്മ. ഈ പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറയുന്നത് ഒരു ചെറിയ അതിൽ തന്നെയുള്ള ഏറ്റവും ചെറിയൊരു രക്താണു മാത്രമാണ്. അതിൻ്റെ കൂടെ ഒരുപാട് ഗ്രോത്ത് ഫാക്ടേഴ്സും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ജോലി, എവിടെയെങ്കിലും ഒരു പരിക്ക് പറ്റി കഴിഞ്ഞാൽ, അത് ബ്ലഡ് വെസൽ ആയിക്കോട്ടെ, നെർവസ് ആയിക്കോട്ടെ, നമ്മളുടെ ടിഷ്യൂസ് ആയിക്കോട്ടെ, മസിൽസ് ആയിക്കോട്ടെ, ബോൺസ് ആയിക്കോട്ടെ, എവിടെയെങ്കിലും ടിഷ്യൂ ഇഞ്ചുറി പറ്റിക്കഴിഞ്ഞാൽ അവിടെ ചെന്നിട്ട് അത് ഇൻഫ്ലമേറ്ററി റിയാക്ഷൻ ഉണ്ടാക്കുന്നു. അതായത് അവിടെ മുറിവ് ഉണങ്ങണം. അപ്പം അത് ഒരു ആക്ടിവേറ്ററായിട്ട് ഫോക്കസ് ചെയ്തിട്ട് അവിടെ മറ്റുള്ള കോശങ്ങളെയും കൂടെ അവിടെ റിക്രൂട്ട് ചെയ്തിട്ട് അവിടെ മുറി ഉണങ്ങാനുള്ള ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് പ്ലേറ്റ്ലെറ്റുകളുടെ പണി. അപ്പം ഈ പ്ലേറ്റ്ലെറ്റൊക്കെ ആക്ടിവേറ്റ് ചെയ്താൽ മാത്രമേ ഈ ജോലി നടക്കുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ കൂടെ ഗ്രോത്ത് ഫാക്ടേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഈ ഗ്രോത്ത് ഫാക്ടേഴ്സ് പല തരത്തിലുള്ള ടിഷ്യൂസിനെ അനുസരിച്ച് വേണം ഗ്രോത്ത് ചെയ്യാൻ. ഇപ്പോൾ ഒരു സ്കിൻ ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ അവിടെ മുടിയുടെ കോശങ്ങളല്ല വരേണ്ടത്, അവിടെ സ്കിന്നിൻ്റെ തന്നെ ടിഷ്യൂ വരണം. അപ്പോൾ ഓരോ ഗ്രോത്തിനനുസരിച്ചുള്ള, ഓരോ സെൽസിനനുസരിച്ചുള്ള ഗ്രോത്ത് ഫാക്ടേഴ്സും അതിൻ്റെ കാര്യങ്ങളും അവിടെ വേണം. അപ്പോൾ അതൊക്കെ ചെയ്യുന്നത് ഈ പ്ലേറ്റ്ലെറ്റുകൾ മാസ്റ്ററായിട്ട് ആക്ട് ചെയ്തിട്ട് ബാക്കിയുള്ള സെൽസിനെ റിക്രൂട്ട് ചെയ്യണം. അപ്പോൾ ഇതേ ഇംപ്ലിക്കേഷൻസ് നമ്മൾ
നമ്മൾ ക്ലിനിക്കലി നമ്മൾ മറ്റുള്ള അസുഖങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ അത് യൂട്ടിലൈസ് ചെയ്യാൻ. അപ്പോൾ അത് എവിടെയാണ് നമുക്ക് പ്രശ്നങ്ങളുള്ളത് അതിനനുസരിച്ചുള്ള PRP നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിട്ട് നമ്മൾ ആ ഭാഗങ്ങളിലേക്ക് ഇഞ്ചക്ഷൻ രൂപത്തിൽ അവിടെ ഫോക്കസ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ മെയിൻലി ഇതിൽ നമുക്ക് PRP ഉപയോഗം വരുന്ന രോഗാവസ്ഥകൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത് മുട്ട് തേയ്മാനത്തിനാണ്. പിന്നെ വരുന്നത് ഈ ഷോൾഡറിൻ്റെ മസിലിൻ്റെ ഇഞ്ചുറീസ്, അതുപോലെ വീഴ്ചകൾ വരുന്നവർ, പിന്നെ അതുപോലെ ഈ ടെന്നീസ് എൽബോ, ഈ കൈയിൻ്റെ ഉള്ളം കയ്യിലുള്ള ഈ ഗോൾഫേഴ്സ് എൽബോ, ഹീൽ പെയിൻ, പ്ലാന്റർ ഫേഷ്യേറ്റിസ്, അക്യുലസ് ടെൻഡിനസ്. അപ്പോൾ ഇത്തരത്തിലുള്ള അസുഖങ്ങൾക്കാണ് വരുന്നത്. അത് പ്രായഭേദമന്യമേ നമുക്ക് ആർക്ക് വേണമെങ്കിലും ചെയ്യാം. അതിനൊരു പ്രത്യേകിച്ച് ഒരു ഇന്ന ആൾക്ക് ചെയ്യാൻ പാടില്ല എന്നൊന്നും പ്രത്യേകിച്ചില്ല. അതുകൊണ്ട് അതൊരു സൈഡ് എഫക്റ്റ് ഇല്ലാത്ത ഒരു ട്രീറ്റ്മെൻറ്റും കൂടെയാണ് PRP. ഓക്കെ, അപ്പോൾ മാം പറഞ്ഞത് ഈ തേയ്മാനത്തിനടക്കം നമുക്ക് PRP അല്ലെങ്കിൽ റീജനറേറ്റീവ് മെഡിസിൻ ചെയ്യാൻ പറ്റുന്നില്ല. നമ്മളൊരു ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാവരും വിചാരം എന്ന് പറയുന്നത് ഒരു വട്ടം തേയ്മാനം സംഭവിച്ചാൽ അത് കാലാകാല വേദന കൊണ്ട് സഹിക്കണം, അത് മാറില്ല, അതുകൊണ്ട് ഒരുപാട് നമ്മളെ വർക്കൊക്കെ നമ്മളെ ജീവിതം അവസാനിക്കുന്ന രൂപത്തിലാണ് ആളുകൾ കാണുന്നത്. അപ്പം മാം പറയുന്നത് അതിനുള്ളൊരു സൊല്യൂഷൻ തന്നെയായിട്ടാണ് നമ്മൾ ഈ ഒരു റീജനറേറ്റീവ് മെഡിസിൻ എന്ന് പറയുന്നത്. അപ്പോൾ മോസ്റ്റ്ലി ഇത് റിസർച്ച് ബേസ്ഡ് ആയിട്ട് വരുന്നത് തന്നെ ഓസ്റ്റിയോ ആർത്രൈറ്റിസിന്, അതായത് തേയ്മാനത്തിനാണ് ഏറ്റവും കൂടുതൽ എവിഡൻസ് ഉള്ളത്. അപ്പോൾ PRP ഈ മുട്ട് തേയ്മാനത്തിന് ഏറ്റവും എന്തുകൊണ്ടാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ, മുട്ട് തേയ്മാനം എന്ന് പറയുന്നത് തന്നെ ആദ്യം അതിൻ്റെ തരുണാസ്ഥിയാണ് അവിടെ ഡീജനറേറ്റ് ചെയ്യുന്നത്, അതായത് കാർട്ടിലേജ്. അപ്പോൾ ഈ കാർട്ടിലേജിൻ്റെ പുതിയ കോശങ്ങൾ വളരാൻ, അതുപോലെ അതിൻ്റെ സൈഡിലുള്ള മെനിസ്കസും അതിൻ്റെ ലിഗമെൻറ്റ്സ്, മസിൽസ്, അതൊക്കെ അതിനൊക്കെ ഒരു പുതിയൊരു കോശങ്ങൾ വളരാനുള്ളൊരു സാഹചര്യം നമ്മൾ PRP ഇഞ്ചക്ഷനിലൂടെ സാധിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളുടെ തേയ്മാനം ആർക്കും സംഭവിക്കും. ഒരു പ്രായം കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും മരിക്കുന്നതിന് മുന്നേ തേയ്മാനം എല്ലാ ഭാഗങ്ങളിലും ജോയിൻസിലും ഒക്കെ സംഭവിക്കും. പക്ഷേ ഇതൊരു പരിധി വരെ നമുക്കത് അറസ്റ്റ് ചെയ്യാനും ഭാവിയിലൊരു മുട്ട് തേയ്മാനത്തിന് വേണ്ടിയിട്ടുള്ള ഓപ്പറേഷൻ നമുക്ക് ഡിലേ ചെയ്യിക്കാനും സാധിക്കും. അതായത് 1-2 വർഷങ്ങൾ കൊണ്ട് ഒരു ഓപ്പറേഷൻ ചെയ്യേണ്ട ആവശ്യം വരുന്ന ഒരു പേഷ്യന്റിന് 10 വർഷവും 15 വർഷവും ചിലപ്പോൾ ഈ ഒരു PRP ചികിത്സയിലൂടെ നമുക്ക് വൈകിപ്പിക്കാം. അപ്പം വേറെ ടയർ ഇന്നെവിറ്റബിൾ ആണ്, അതായത് എന്തായാലും സംഭവിക്കും. പക്ഷെ നമുക്കതൊരു പ്രോഗ്രഷൻ റേറ്റ് കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഇപ്പം നോർമലിയുള്ള ആളുകളൊരു തോട്ട് എന്ന് പറയുന്നത് എന്താ വെച്ചാൽ ഈ വേദനയ്ക്ക് മരുന്ന് വെച്ചാൽ പെട്ടെന്ന് കിഡ്നി നശിച്ചു പോകുന്നുള്ളതാണ്. പക്ഷേ അപ്പോൾ നമുക്ക് ഈ ഒരു PRP ചെയ്ത സമയത്ത് തേയ്മാനത്തിനും അല്ലാതെയൊക്കെ നമ്മൾ ഈ ഒരു PRP അല്ലെ റീജനറേറ്റീവ് മെഡിസിൻ എന്ന് പറയാം, ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് പിന്നീട് മരുന്ന് കഴിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ആക്ച്വലി ഇതിൽ എങ്ങനെയാണ്? തീർത്തും അങ്ങനെ പറയാൻ കഴിയില്ല. PRP ചികിത്സേൻ്റെ ഏതിനാണോ നമ്മൾ ചെയ്യുന്നത്, PRP ഇപ്പോൾ മുട്ടിനാണ് ചെയ്യുന്നതെങ്കിൽ ആ PRP ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് മെഡിസിൻസ് ഹോൾഡ് ചെയ്യണം. അതുപോലെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മെഡിസിൻസ് കഴിക്കേണ്ടതായിട്ടും വരുന്നുണ്ട്. അതായത് PRP പൊതുവെ എന്താണ് PRP എന്ന് ആദ്യം പറയും. എന്ന് വെച്ചാൽ നമ്മളെ ഞാൻ പറഞ്ഞ പോലെ ഈ പ്ലേറ്റ്ലെറ്റ്സുകൾ നമ്മൾ കോൺസെൻട്രേറ്റ് രൂപത്തിൽ നമ്മളുടെ തന്നെ ബ്ലഡിൽ നിന്ന് എടുത്തിട്ട് നമ്മളത് സെൻട്രിഫ്യൂഗൽ മെഷീനിൽ വെച്ചിട്ട് നമ്മളത് പ്രോസസ്സ് ചെയ്തിട്ട് മുട്ടിൻ്റെ എവിടെയാണോ തേയ്മാനം ഉള്ളത്, മുട്ട് തേയ്മാനത്തിനാണെങ്കിൽ മുട്ടിൻ്റെ ഉള്ളിൽ കൊടുക്കുന്നു, കൈമുട്ട് വേനൊക്കെയാണെങ്കിൽ അവിടെ അങ്ങനെ റീജിയൻ വൈസ് നമ്മൾ കൊടുക്കാം. അപ്പോൾ ഇവിടെ ആ പ്ലേറ്റ്ലെറ്റ്സ് നമ്മൾ ഇഞ്ചെക്ട് ചെയ്ത് കൊടുത്ത പ്ലേറ്റ്ലെറ്റ് നമ്മളുടെ തന്നെ കോശമാണ്. അപ്പോൾ അത് നമ്മളുടെ കോൺസെൻട്രേറ്റഡ് രൂപത്തിൽ അവിടെ എത്തുമ്പോൾ നമ്മൾ ഫുൾ ബോഡി അലേർട്ട് ആവുന്നു. എന്നിട്ട് അവിടത്തേക്ക് ഗ്രോത്ത് ഫാക്ടേഴ്സും കാര്യങ്ങളൊക്കെ റിക്രൂട്ട് ചെയ്തിട്ട് അവിടെ പുതിയ കോശങ്ങൾ വളരുന്നു. അപ്പോൾ ഈ മെക്കാനിസം നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു പ്രശ്നമുള്ള ഭാഗത്ത്, അതായത് മുട്ട് തേയ്മാനത്തിനാണെങ്കിൽ അവിടെ പ്രശ്നമുള്ള ഭാഗത്ത് നമ്മൾ കുറച്ച് റിലേറ്റീവ് റെസ്റ്റ് കൊടുക്കണം. അതായത് 2-3 ദിവസം നമ്മളവിടെ പെയിൻ ഉണ്ടാവും, കാരണം അവിടെ ഒരു ഇൻഫ്ലമേറ്ററി റിയാക്ഷൻ നടക്കുകയാണ്. പിന്നെ റെസ്റ്റ് കൊടുക്കേണ്ടതായിട്ടുണ്ട്, ദൂരയാത്രകൾ പോകാൻ പാടില്ല, കുറച്ച് നേരം നിന്നിട്ടുള്ള ജോലികൾ ഒഴിവാക്കണം. അപ്പോൾ ഇത്തരത്തിൽ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരുന്നു. അതുപോലെ ഈ ഹീലിംഗ് പ്രോസസ്സിന് കാൽഷ്യം ആവശ്യമാണ്, വൈറ്റമിൻ സി ആവശ്യമാണ്, മറ്റുള്ള മിനറൽസും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ അത് സപ്ലിമെന്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ എന്താണോ ആ പെയിൻ കണ്ടീഷൻ, എന്താണോ ആ രോഗിയുടെ അസുഖം, അതിനനുസരിച്ച് നമുക്ക് കുറച്ച് കാലത്തേക്ക് മെഡിസിൻസ് കഴിക്കേണ്ടതായിട്ട് വരും. പക്ഷേ ഇതൊരു ലോങ് ടേം പ്രോസസ്സാണ്. PRP ചെയ്ത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം എൻ്റെ വേദന മാറുമെന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. അതൊരു എല്ലാ സ്റ്റഡീസും നോക്കുകയാണെങ്കിൽ ഒരു 3 months, 6 months, 12 months ഫോളോ അപ്പിലാണ് എല്ലാ എവിഡൻസസും ഉള്ളത്. അതിൽ 3 months വലിയ പെയിൻ റിലീഫ് ചിലപ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല. 6 months ആകുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആവും. 1 year ആകുമ്പോഴത്തേക്ക് അതൊരു മറ്റുള്ള മെഡിസിൻസ്, അതായത് സ്റ്റീറോയിഡ് ഇഞ്ചെക്ഷൻസും ഹൈലറോണിക് ആസിഡ് ഇഞ്ചെക്ഷൻസിനൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരുപാട് വ്യത്യാസം PRP ഇഞ്ചെക്ഷൻസ് ഉണ്ട് ലോങ് ടേം റിസൾട്ട്സിൽ. അപ്പോൾ നമ്മൾ ഇപ്പോൾ തേയ്മാനത്തിൻ്റെ നോൺ സർജിക്കൽ മെത്തേഡുകൾ നോക്കുകയാണെങ്കിൽ
ഒന്ന് ആദ്യം വരുന്നത് ഡയറ്റ് മോഡിഫിക്കേഷൻ, വെയിറ്റ് റിഡക്ഷന്, മെഡിസിൻസ്, പിന്നെ ഇഞ്ചെക്ഷൻസുകളാണ്. അപ്പോൾ ഇഞ്ചെക്ഷൻസിൽ ഏറ്റവും കൂടുതൽ എവിഡൻസ് ഉള്ളത് ഇപ്പോൾ PRPക്കാണ്. പക്ഷേ സ്റ്റീറോയിഡ് ഇഞ്ചെക്ഷൻസിന് ഒരു ചെറിയ കാലഘട്ടത്തിൽ ഇപ്പോൾ 3 മാസത്തെ ഫോളോ അപ്പ് നോക്കുകയാണെങ്കിൽ സ്റ്റീറോയിഡ് ഇഞ്ചെക്ഷൻസ് ആണ് ഒരുപാട് പെയിൻ റിലീഫ് ഉള്ളത്. പക്ഷേ അതൊരിക്കലും നമ്മൾ ലോങ് ടേം റിലീഫായിട്ട് കണക്കാക്കാൻ പറ്റില്ല. അത് നമ്മളെ തരുണാസ്ഥിയെ അത് ഡീജനറേഷനിലോട്ട് പിന്നെയും തള്ളിവിടുന്ന ഒരു സാധനമാണ് സ്റ്റീറോയിഡ് ഇഞ്ചെക്ഷൻസ്. അപ്പോൾ ഒരിക്കലും അത് നമുക്കൊരു പേഷ്യൻറ്റിന് ലോങ് ടേം റിലീഫായിട്ട് കൊടുക്കാൻ പറ്റില്ല. പക്ഷേ ഇതേ സംഭവം നമ്മൾ PRP വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് സ്റ്റഡീസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതൊരു 12 മന്ത്സ് ഫോളോ അപ്പിലാണെങ്കിൽ PRP ആണ് മോർ ബെറ്റർ ദാൻ സ്റ്റീറോയിഡ്സ്. പക്ഷേ ഈ 3 മന്ത് ഫോളോ അപ്പിൽ നോക്കുകയാണെങ്കിൽ PRPന്റെ വലിയ എഫക്റ്റ് കാണില്ല. അത് നമ്മളൊരു ക്ഷമയോടുകൂടി മുന്നോട്ട് പോകേണ്ട ഒരു ചികിത്സാ രീതിയാണ് PRP. അപ്പോൾ നമ്മൾ ലിറ്ററേച്ചർ പിന്നെയും നോക്കുകയാണെങ്കിൽ അതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഹൈലൂറോണിക് ആസിഡ് ഇഞ്ചെക്ഷൻ ഉണ്ട്. അതായത് നമ്മളുടെ മുട്ടൻ്റെ ഉള്ളിലുള്ള ഒരു ഫ്ലൂയിഡ് ഉണ്ട്, സൈനോയിൻ ഫ്ലൂയിഡ് ഉണ്ട്. അത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ് ഉണ്ടാക്കിയിട്ട് നമുക്കത് മുട്ടിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ തീർത്തും അത് സിന്തറ്റിക് പ്രോസസ്സാണ്. ചില ആൾക്കാർക്ക് അലർജി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. 1 ഇയർ വരെ ചിലപ്പോൾ ചില ആൾക്കാർക്ക് അത് റിലീഫ് ഉണ്ടാവും. പക്ഷേ ഈവൻ കമ്പയർ ടു PRP ഈ PRP തന്നെയാണ് ബെറ്റർ. അപ്പോൾ അതായത് മാം പറഞ്ഞതെന്ന് വെച്ചാൽ ഈ പിന്നെ സ്റ്റിറോയിഡ് ഒക്കെ എന്ന് വെച്ചാൽ ഒരു ഷോർട്ട് ടേം ആയിട്ട് പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാവും. പക്ഷെ അതിന്റെ കോംപ്ലിക്കേഷൻസ് പിന്നീട് വന്നുകൊണ്ടിരിക്കും. സൈഡ് എഫക്റ്റ് ആണെങ്കിലും ചില ആളുകൾക്ക് സ്റ്റിറോയിഡ് എടുക്കുന്ന സമയത്ത് കാണാറുണ്ട് ഭയങ്കരമായിട്ട് തടിച്ചു വരും, അല്ലെങ്കിൽ ഭയങ്കര ബാക്കിയുള്ള ഷുഗർ അല്ലെങ്കിൽ ബാക്കിയുള്ള അസുഖങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് PRPയിൽ മനസ്സിലാവുന്ന കാര്യം എന്താ വെച്ചാൽ നമുക്ക് ഇതിന് കുറച്ചൊന്ന് പിന്നെ ഒന്നൊരു ക്ഷമയോടെ നിന്നാൽ ഒരു സൈഡ് എഫക്റ്റും ഇല്ലാതെ നമ്മളെ ഈ തേയ്മാനത്തിന്റെ വേദനകളാലും ശരീരവേദനകളൊക്കെ മാറും എന്നുള്ളതാണ് അല്ലേ? തീർച്ചയായും. വെച്ചാൽ ഒരു ലോങ് ടേം ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ മാത്രം PRPയുടെ എഫക്റ്റ് നമുക്ക്, അത് MRIയിലുള്ള റിസൾട്ട്സും ഒരുപാട് എവിഡൻസുകളുണ്ട്. നമ്മളുടെ മുട്ടിന്റെ തരുണാസ്ഥിയുടെ വിടുത്ത് കൂടുന്നു എന്ന് വരെ എവിഡൻസുകൾ ഉണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ അത് ഇപ്പോഴും അത് ട്രയൽ ആൻഡ് എറർ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമുക്കിപ്പോൾ നമ്മളിപ്പോൾ PRP ചെയ്യാൻ തുടങ്ങിയിട്ട് more than 5 years ആയി. അപ്പോൾ ഇത്രയും കാലത്തെ റിസൾട്ട്സ്, നമ്മളുടെ റിസൾട്ട്സ് തന്നെ പേഷ്യൻസ് നോക്കുകയാണെങ്കിൽ നല്ല റിസൾട്ടാണ്. ഒരു 1.5-2 ഇയേഴ്സ് വരെയുള്ള ഫോളോ അപ്പ് ഉള്ള പേഷ്യൻസിന് നല്ല ബെറ്റർ റിസൾട്ട്സ് ആണ്. 2 ഇയേഴ്സിന് ഫർദർ നമുക്ക് കിട്ടിയിട്ടില്ല. വേറെ കോംപ്ലിക്കേഷൻസോ വേറെ സൈഡ് എഫക്ട്സോ കാര്യങ്ങളോ ഇല്ലാത്തതുകൊണ്ട് ഒരിക്കലും അത് നമുക്ക് ഒരു തള്ളിക്കളയാൻ പറ്റാത്തൊരു ട്രീറ്റ്മെന്റ് ആണ് PRP എന്ന് പറയുന്നത്. ഓക്കെ, അതിനിടയിലൊരു വിഷയം പറയാണ്. നമുക്ക് നജ്മ മാഡത്തിന്റെ കൺസൾട്ടേഷനും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്യാൻ വേണ്ടി, അതായത് ഏത് തരം ശരീരവേദനയാണെങ്കിലും, കാൽമുട്ട അല്ലെങ്കിൽ കൈമുട്ട് വേദന അല്ലെങ്കിൽ ബോഡീൻ്റെ എന്ത് പെയിൻ ആണെങ്കിലും മാമിൻ്റെ കൺസൾട്ടേഷൻ എടുക്കാവുന്നതാണ്. അതിന് നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇനി നമുക്ക് 1-2 ക്വസ്റ്റ്യനോട് മാമിനോട് ചോദിക്കാനുണ്ട്. അതായത് നമുക്ക് ഇത് കറക്റ്റ് ഒരു ഏജിൻ്റെ കാറ്റഗറീസ് വരുന്നുണ്ടോ? അതായത് ഇത്ര ഏജ് പിന്നെ കഴിഞ്ഞാൽ ഇത് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഇത്ര വയസ്സ് കഴിഞ്ഞാൽ ഇത് ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങനെ എന്തെങ്കിലും ഇതിന് ക്രൈറ്റീരിയാസ് വരുന്നുണ്ടോ? തീർച്ചയായും ഏജ് ഒരു ഫാക്ടർ അല്ല. കാരണം വെച്ചാൽ നമ്മളെ ശരീരത്തിൽ എത്രത്തോളം കാലം പ്ലേറ്റ്ലെറ്റുകൾ ഉണ്ടോ അത്രയും കാലം നമുക്കത് ചെയ്യാം. അപ്പം നമ്മുടെ ശരീരത്തിൽ സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളത് യൂട്ടിലൈസ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. പക്ഷേ അസുഖം ചില ആൾക്കാർക്ക് ഇത് ലിമിറ്റ് ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ ഈ പ്ലേറ്റ്ലെറ്റിൻ്റെ ഡിസ്ഫങ്ഷൻ ഉള്ള ആൾക്കാരുണ്ട്. അതുപോലെ ചില ആൾക്കാർക്ക് ലിവർ ഡിസ്ഫങ്ഷൻ ഉള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അത് അവരുടെയൊക്കെ ചിലപ്പം പ്ലേറ്റ്ലെറ്റ് കൗണ്ട് തന്നെ ക്വാളിറ്റി വൈസും ക്വാണ്ടിറ്റി വൈസും കുറവായിരിക്കും. അപ്പോൾ നമുക്ക് അവർക്ക് ഒരു PRP ഇഞ്ചെക്ഷൻ എടുക്കുന്നതിന് മുന്നേ ഒന്ന് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ക്വാണ്ടിഫൈ ചെയ്യണം, അതിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിഫൈ ചെയ്യണം. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാർ മാത്രമേ അതിനൊരു ഡിസ്ക്വാളിഫൈഡ് ആവുന്നുള്ളൂ. മറ്റുള്ള എല്ലാ അസുഖങ്ങൾക്കും നമുക്ക് PRP കൊടുക്കാവുന്നതാണ്. പിന്നെ വേറെ പ്രശ്നം, PRP അഡ്വൈസ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ തെറാപ്പി തന്നെ പ്ലേറ്റ്ലെറ്റിൻ്റെ ആക്ടിവേഷനാണ്. അപ്പോൾ ആൻറ്റി പ്ലേറ്റ്ലെറ്റ് മെഡിസിൻസ് എടുക്കുന്നവർ, അതായത് നമ്മളിപ്പോൾ ഹാർട്ടിൻ്റെ പ്രശ്നങ്ങൾ ബ്ലോക്കുള്ള ആൾക്കാർക്കൊക്കെ ക്ലോപ്ലെറ്റ്, ആസ്പിരിൻ തരത്തിലുള്ള മെഡിസിൻസ് എടുക്കുന്നവരുണ്ട്. അതുപോലെ വാർഫാൻ എടുക്കുന്നവരുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് നമ്മൾ ഈ PRP ചികിത്സയ്ക്ക് മുന്നേ ഈ മെഡിസിൻസ് 1 വീക്ക് നിർത്തേണ്ടി വരും. അതുപോലെ തന്നെ ഈ NSAIDs വരുന്നതാണ് അസിക്ലോഫിനാക്ക്, ഡൈക്ലോഫിനാക്ക്, ഐബ്രൂഫൻ, നാപ്രോക്സൻ, സെലികോക്സിബ്, എറ്റിരികോക്സിബ് എന്ന് പറയുന്ന NSAIDs കൂട്ടത്തിൽപ്പെടുന്ന വേദന സംഹാരികളുണ്ട്. ഇതും ആൻറ്റി പ്ലേറ്റ്ലെറ്റ് എഫക്റ്റ് ഉള്ളതാണ്. അപ്പോൾ ഇതും നമ്മളൊരു ബെറ്റർ 2 വീക്സ് മുന്നേ നിർത്തുന്നതാണ്. കഴിവതും 1 വീക്കിന് മുന്നേ എങ്കിലും നിർത്താൻ ശ്രമിക്കുക. ഇതേ സംഭവം തന്നെ നമ്മൾ ഈ NSAIDsന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു PRPൻ്റെ ചികിത്സ സമയത്ത് ഒരു അറ്റ്ലീസ്റ്റ് 6 വീക്സ് എങ്കിലും നമ്മൾ PRPക്ക് ശേഷവും കഴിക്കാതിരിക്കുന്നതാണ് ബെറ്റർ. ബിക്കോസ് അത് പ്ലേറ്റ്ലെറ്റ് നമ്മൾ പ്ലേറ്റ്ലെറ്റ് ആക്ടിവേഷനാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ആൻറ്റി പ്ലേറ്റ്ലെറ്റ് എഫക്റ്റ് ഉള്ള ഒരു മരുന്ന് കഴിക്കുമ്പോൾ PRPയുടെ അത് ഡിസ്റ്റർബ്ഡ് ആവും. ഓക്കെ,
അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ മെഡിസിൻ്റെ ഒരു കാര്യം പറഞ്ഞു, നമ്മൾ പിന്നെ പെയിൻ കില്ലേഴ്സിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. ഈ പെയിൻ കില്ലേഴ്സ് നമുക്ക് ഒരുപാട് കഴിക്കുന്ന സമയത്ത് ആക്ച്വലി നമ്മളെ ശരീരത്തിന് ഗുണമാണോ അല്ലെങ്കിൽ ദോഷമാണോ സംഭവിക്കുന്നത്? പെയിൻ കില്ലറുടെ കാര്യം പറയുകയാണെങ്കിൽ ചില ഷോർട്ട് ടേം ഡിസീസിന് പെയിൻ കില്ലർ അത്യാവശ്യമാണ്. അത് NSAIDs അത്യാവശ്യമുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. അത് ഒരു 1 വീക്ക് വരെ നമുക്ക് സേഫ് ആയിട്ട് കൊടുക്കാം, അൺലെസ് ഈ പേഷ്യൻസ് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളില്ലെങ്കിൽ. ഇപ്പോൾ കിഡ്നി ഇഷ്യൂസ് ഉള്ള ഒരാൾക്ക് കഴിവതും NSAIDs കൊടുക്കാതിരിക്കുകയാണ് നല്ലത്. വേറെ ഏതെങ്കിലും ഒപ്പിയോയിഡ്സോ അല്ലെ പാരസിറ്റമോൾ പോലത്തെ മെഡിസിൻസ് റീനൽ പ്രശ്നങ്ങൾ, അതായത് കിഡ്നി സംബന്ധമായ പ്രശ്നങ്ങളുള്ള ആൾക്കാർക്ക് കഴിവതും NSAIDs ഒഴിവാക്കാം. പക്ഷേ ചില കണ്ടീഷൻസ്, ഇപ്പം കാല് മുറിവ് തട്ടി പരിക്ക് പറ്റി, അപ്പോൾ അങ്ങനെ ഒരാൾക്ക് ഒരു 3 ദിവസം NSAIDs കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു കുഴപ്പവും വരാൻ പോകുന്നില്ല. അപ്പോൾ ചില ആവശ്യമുള്ള സിറ്റുവേഷൻസ് നമ്മൾ കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ അതൊരു പേഷ്യന്റ് ഹാമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ. പക്ഷേ ലോങ് ടേം ആയിട്ട് ഒരിക്കലും NSAIDs ചെയ്യാൻ പാടില്ല. അത് ഈവൻ നമ്മളെ കിഡ്നിയുടെ മാത്രമല്ല നമ്മളുടെ ശരീരത്തിൻ്റെ മറ്റുള്ള ഓർഗൻസിനെ കിഡ്നി ഡാമേജ് വരുമ്പോൾ അത് ബാധിക്കുന്നു. അപ്പോൾ ഒരു ലോങ് ടേം ഒരു ഡയാലിസിസ് പേഷ്യന്റിനെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനൊക്കെ നല്ലത് ബെറ്റർ സ്റ്റോപ്പ് ചെയ്യുന്നതാണ്. മറ്റുള്ള ആൾട്ടർനേറ്റീവ് പെയിൻ മെഡിസിനിലോട്ട് കാരണം അത് ഞാൻ ചോദിക്കാനെന്ന് വെച്ചാൽ നമ്മളെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു വേദന വരുമ്പോഴേക്ക് ഒരു പെയിൻ കില്ലർ എടുക്കുക എന്നുള്ളതാണ്. അത് ചെറിയ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ മതി, അപ്പോഴേക്ക് പെയിൻ കില്ലർ എടുക്കുക, എന്നിട്ട് അതിന് അന്നപ്പോൾ ഓക്കെയാണ്. പക്ഷെ പിന്നീട് അവർക്ക് സംഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് പിന്നീട് അവസാനം ഒന്നും പറ്റുന്നില്ല. അതായത് വേദന മാറണമെങ്കിൽ പിന്നെ 2 എണ്ണം എടുക്കേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് വരികയാണ്. അപ്പം അങ്ങനെ പല ബുദ്ധിമുട്ടുകളുണ്ടാകുന്നുണ്ട്. അതിൽ നമുക്ക് അങ്ങനെ വേദന വരുന്ന സമയത്ത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അത് ചെറിയ വേദനകൾ വരും. ചെറിയ വേദനകൾക്ക് പൊതുവെ ഇപ്പോൾ ഒരു പരിക്ക് പറ്റി കഴിഞ്ഞാൽ പൊതുവെ അത് ഐസ് കംപ്രഷൻ ചെയ്യാം. പിന്നെ ഇപ്പോൾ റൈസ് പ്രോട്ടോകോൾ എന്ന് അതിന് പറയാം. അതായത് ആ ഒരു ഭാഗത്ത് കാല് പരിക്ക് പറ്റുമെങ്കിൽ റൈസ് ചെയ്ത് വെക്കുക, കാല് പൊക്കി വെക്കുക, ഐസ് വയ്ക്കുക, വയ്ക്കുക. സി എന്ന് പറഞ്ഞാൽ കംപ്രസ് ചെയ്യുക, നല്ലോണം അത് എന്തെങ്കിലും വെച്ചിട്ട് കംപ്രസ് ചെയ്യുക. പിന്നെ എലിവേഷൻ, കാല് പൊക്കി വെക്കുക. അപ്പം ഇതൊക്കെ ജനറൽ മെത്തേഡുകളാണ്. ചിലപ്പം മെഡിസിൻസ് എടുക്കേണ്ടതായിട്ട് വരും, പക്ഷെ അതൊരു ഷോർട്ട് കേസിൽ എടുത്തിട്ട് നിർത്തണം. ഇൻ കേസ് ഇതിലും മാറ്റം വരുന്നില്ലെങ്കിൽ NSAIDs മാത്രമല്ല വേദന സംഹാരികൾ, ഒരുപാട് ഗ്രൂപ്പ് ഓഫ് മെഡിസിൻസ് ഉണ്ട്. അപ്പോൾ അതിനൊരു മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഒപ്പിയോയിഡ് വിഭാഗത്തിലുള്ളതുണ്ട്, പിന്നെ അസിറ്റമിനോഫിൻ വിഭാഗത്തിലുള്ളതുണ്ട്, ഒരുപാട് ലോക്കൽ ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് ട്രൈ ചെയ്യാവുന്നേ ഉള്ളൂ. NSAIDs മാത്രമല്ല ഒരു അതായത് കൃത്യമായിട്ടുള്ള ഒരാളെ ഒരു കൺസൾട്ടേഷൻ ശേഷം ഓരോന്ന് മെഡിസിൻ എടുക്കുന്നതായിരിക്കും നന്നാവുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ ഇപ്പം PRP അല്ലെങ്കിൽ റീജനറേറ്റീവ് മെഡിസിൻ ചെയ്യുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ എന്താണ്? അതായത് ഏതെങ്കിലും സ്റ്റേജുകളോ അങ്ങനെ എന്തെങ്കിലും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ടോ? PRP റീജനറേറ്റീവ് മെഡിസിൻ പൊതുവെ വർക്കൗട്ട് ആവുന്നത് ഡീജനറേഷനിലാണ്. അതായത് തേയ്മാനങ്ങൾക്കാണ് കൂടുതലായിട്ടും നല്ലത്. ചെറിയ ടെൻഡൻ റപ്ചറുകൾ, മസിൽ ഇഞ്ചുറീസിനും PRP ബെസ്റ്റാണ്. പക്ഷേ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ മുട്ടിൻ്റെ തേയ്മാനത്തിന് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം 4 സ്റ്റേജസ് ഉണ്ട്. അതിൽ ഗ്രേഡ് 4, അതായത് എല്ലിനോട് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ അത് സർജിക്കൽ ഓപ്ഷൻ മാത്രമേ ബെറ്റർ ഉള്ളൂ. പിന്നെ നമ്മൾ എത്ര നീട്ടിക്കൊണ്ടുപോയി കഴിഞ്ഞാൽ പേഷ്യൻ്റ് പെയിൻ അത്ര അങ്ങോട്ട് കുറഞ്ഞോളുന്നില്ല. പക്ഷേ ഗ്രേഡ് 3 വരെ ഒരാൾക്ക് ഒരു പേഷ്യൻ്റിനാണ് നമ്മൾ കാണുന്നതെങ്കിൽ അവർക്ക് PRP തീർച്ചയായും നല്ലൊരു ഓപ്ഷനാണ്. കാരണം അവർക്ക് ആ സ്റ്റേജ് 4 ആവാതെ പോകാൻ പറ്റും. അതായത് നീ ആർത്രോപ്ലാസ്റ്റി നമുക്ക് ഡിലേ ചെയ്യാൻ പറ്റും PRPയിലൂടെ. ഫർദർ ആർട്ടിക്കുലർ കാർട്ടിലേജിൻ്റെ ഡാമേജ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അവിടുത്തെ ഇൻഫ്ലമേറ്ററി റിയാക്ഷൻസ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ആ മസിൽസിൻ്റെ സ്ട്രെങ്തനിങ്ങും കാര്യങ്ങളും ആ സമയം കൊണ്ട് അവർക്ക് ചെയ്തു തീർക്കാൻ പറ്റും. കാരണം PRP ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലോങ് ടേം എഫക്റ്റ് ആണ്. അപ്പം കൂടെ എന്തായാലും വെയിറ്റ് ബിയറിങ് ജോയിൻ്റ് ആയതുകൊണ്ട് എക്സസൈസും കാര്യങ്ങളും ചെയ്യണം, വെയിറ്റ് റെഡ്യൂസ് ചെയ്യണം. അപ്പം ഇത്തരത്തിലുള്ളൊരു മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ചും കൂടെ നമ്മൾ അതിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു കാലഘട്ടം കൂടി PRP ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അപ്പോൾ അവർക്ക് ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആയതുകൊണ്ട് അവർക്ക് അതിനനുസരിച്ചുള്ള നാച്ചുറൽ ട്രീറ്റ്മെൻറ്റും കൂടെയാണ്. പിന്നെ വരുന്ന ഷോൾഡറിൻ്റെ ഒക്കെ ഒരു സ്പിനാറ്റസിൻ്റെ ഒക്കെ ടെൻഡൻ റപ്ചറുകളുണ്ട്. അപ്പോൾ അത് ഷോൾഡർ പെയിൻ ആയിട്ട് എന്തെങ്കിലും പരിക്ക് പറ്റിയിട്ടൊക്കെ കൈ പൊക്കാൻ സഹായിക്കുന്ന മസിലിന് ഇഞ്ചുറി വരുന്നത്. അപ്പോൾ അതും ഇപ്രകാരം തന്നെ നമുക്ക് ഡയറക്റ്റ് പേഷ്യൻറ്റിനെ കണ്ടിട്ട് എക്സാമിൻ ചെയ്ത് കഴിഞ്ഞാൽ ഏത് ലെവലാണ് ഇവരുടെ ടയർ എന്ന് മനസ്സിലാവുന്നത്. കൈ പൊക്കാൻ സഹായിക്കുന്ന മസിലിന് ഒരുപാട് സ്ഥലങ്ങളിൽ റപ്ചർ വരാം, ടയർ വരാം. അപ്പോൾ ഇത് മോർ ദാൻ ഒരു 50% അല്ലെങ്കിൽ 3/4 അവർക്ക് ആ ടയർ വന്നിട്ടുണ്ടെങ്കിൽ ബെറ്റർ നോട്ട് ഗോ ഫോർ PRP ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടില്ല. സർജിക്കൽ ഓപ്ഷനും ഒന്നെങ്കിൽ അത് കീ ഹോൾ സർജറി വെച്ചിട്ട്
അവർക്ക് അത് റിപ്പയർ ചെയ്യാം, അല്ലെങ്കിൽ ആ ടെൻഡൻ തന്നെ റീപ്ലേസ് ചെയ്തിട്ടുള്ള സർജിക്കൽ. അപ്പം നമ്മൾ പേഷ്യന്റിനെ കസ്റ്റമൈസ് ചെയ്യണം, ഇതാണ് പേഷ്യന്റ് ബെസ്റ്റ് എന്നുള്ളത് മാത്രം അഡ്വൈസ് ചെയ്തിട്ട് ഓക്കെ എല്ലാത്തിനും PRP അല്ല, ഡിഫറെന്റ് ഓപ്ഷൻസ് ഉണ്ട്, അത് നമുക്ക് അവരുടെ പേഷ്യന്റിനോട് അഡ്വൈസ് ചെയ്ത് അതാത് സ്ഥലങ്ങളിലേക്ക് അവർ പറഞ്ഞു വിടും. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു എൻറ്റിറ്റിയാണ് ഈ ടെന്നീസ് എൽബോ. ടെന്നീസ് എൽബോയിൽ ഏറ്റവും കൂടുതൽ റിസൾട്ട്സ് ഉള്ളൊരു സംഭവമാണ് ടെന്നീസ് എൽബോ PRPയിൽ. അപ്പോൾ ഇതും ഒരു ലോങ് ടേം ആയിട്ട് നോക്കുമ്പോൾ മാത്രമേ കിട്ടുകയുള്ളൂ. 3 months ഫോളോ അപ്പ് കിട്ടുമ്പോൾ ഒരു 60% റിലീഫ് ഉണ്ടാവും പേഷ്യൻറ്റ്, ബാക്കി 40% വരാനിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ടെന്നീസ് എൽബോ എല്ലാവർക്കും അറിയാം ഈ ഭാഗങ്ങളിലാണ് പെയിൻ ഉണ്ടാവുക, എന്തെങ്കിലും അടിച്ച് വരുമ്പോഴോ തുണി പിഴിയുമ്പോൾ ഒക്കെ ഉള്ള വേദനകൾ. അപ്പോൾ അത് ഫസ്റ്റ് സിറ്റിംഗ് PRP കൊടുത്തു കഴിഞ്ഞാൽ ഒരു 1 month കഴിഞ്ഞിട്ട് SS ചെയ്യുന്നൂടെ, എന്നിട്ട് ആ പേഷ്യൻ്റെ പെയിൻ ഒരു 50% കുറവുണ്ടെങ്കിൽ ചിലപ്പം സെക്കൻഡ് സിറ്റിംഗ് കൊടുക്കാം, പിന്നെ നമുക്ക് ആവശ്യമുള്ളതായിട്ട് വരാറില്ല. അപ്പം അങ്ങനത്തെ ഒരു അതുപോലെ തന്നെ ഹീൽ പെയിൻ, പ്ലാന്റർ ഫേഷ്യാറ്റിസ്, ഉപ്പൂറ്റി വേദന, ഇതിനൊക്കെ നമുക്ക് PRP നല്ലൊരു ഓപ്ഷനാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമുക്ക് ഒരു PRP ചെയ്യുന്ന വീഡിയോ നമുക്കൊന്ന് കാണാം. അതായത് എങ്ങനെയാണ് PRP വരുന്നത്, അത് ഒരു നമുക്ക് കാൽമുട്ടിൻ്റെ വേദന ഉള്ള സമയത്ത് നമുക്ക് അതിനുള്ള ട്രീറ്റ്മെൻ്റ് ആയിട്ട് PRP എങ്ങനെ ചെയ്യുന്നതെന്നുള്ള ഒരു വീഡിയോ നമുക്ക് ഏതായാലും കണ്ടുവരാം. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടത് കാൽമുട്ടിന് വേണ്ടിയിട്ട് PRP ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അതെങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാണോ? അത്രയും സിമ്പിളായിട്ടുള്ളൊരു പ്രോസസ്സാണ്. നമുക്ക് എനിക്ക് തോന്നുന്നു ഒരു വൺ ഡേ പ്രോസസ് അല്ല, ഒരു ഫുൾ ഡേ വേണ്ട ആവശ്യമില്ല, ഒരു ഹാഫ് ഡേ മതിയാവും. രാവിലെ വന്നു കഴിഞ്ഞാൽ ആദ്യം ഒന്ന് ബ്ലഡ് എടുത്തിട്ട് അതിനുശേഷം അന്ന് പ്രോസസ്സ് ചെയ്ത് ഒരു 45 minutes പ്രോസസ്സ് ചെയ്യാനുണ്ടാവും. പിന്നെ എവിടെയാണോ ഇപ്പം മുട്ടിനാണെങ്കിൽ ആ ഭാഗം സ്കിന്നൊന്ന് പ്രിപ്പയർ ചെയ്ത് സ്റ്റെറൈലായിട്ട് ചെയ്തതിന് ശേഷം ഇഞ്ചെക്ട് ചെയ്യണം. ഇഞ്ചെക്ട് ചെയ്തൊരു 2-3 hours ഉള്ളിൽ ചിലപ്പം പെയിൻ വരും. പിന്നെ അത് സാധാ പാരസെറ്റമോളൊക്കെ എടുത്തു കഴിഞ്ഞാൽ മാറും. അതൊരു അപ്പോൾ ഒരു 1 hour അവർക്ക് വീട്ടിൽ പോവാം. ഓക്കെ, അപ്പം ഇത്രയും സിമ്പിളായിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്. അപ്പോൾ നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡ് തന്നെയാണ് ഈ PRP എന്ന് പറയുന്നത്. കാരണം നമ്മളെ ഒരുപാട് ആളുകൾ ഇപ്പം വേദന സഹിച്ച് നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻ വരികയാണ്. എനിക്ക് മനസ്സിലാകുന്നത് എന്താ വെച്ചാൽ ഇവർ ഒന്ന് വേദന ആകുമ്പോഴേക്കും നേരത്തെ പറഞ്ഞ പോലെ പെയിൻ കില്ലർ വാങ്ങി കഴിക്കുക, അല്ലെങ്കിൽ
എന്തെങ്കിലും ഒന്ന് അഡ്ജസ്റ്റബിൾ ആണ്. ആ ഒരു സമയത്ത് എന്താണോ റിലീഫിന് കിട്ടുന്നത് അതിനു വേണ്ടി ചെയ്യാന്നുള്ള കാര്യങ്ങളെ മാത്രമേ ആളുകൾ കാണുള്ളൂ. പക്ഷേ അതിനെന്താണ് യഥാർത്ഥ കാരണം എന്നോ അല്ലെങ്കിൽ അതിന് ജസ്റ്റ് തുടക്കത്തിൽ തന്നെ ചികിത്സ പിന്നീട് ഒരിക്കലും വരാത്ത രൂപം തന്നെ നമുക്ക് മാറ്റി വരുത്താം എന്നുള്ള ഒരു ആളുകൾ ചിന്തിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു ചില ആളുകൾക്ക് ചിലപ്പോൾ ഒന്ന് ഒന്ന് കൺസൾട്ട് ചെയ്ത് ചിലപ്പോൾ ഒന്നൊരു മെഡിസിൻ കഴിച്ചാൽ മതിയാവും, ചിലപ്പോൾ ഒന്നൊരു ഈ പറഞ്ഞ പോലെ PRP. പിന്നെ അത്രയും ക്രോണിക് ആണെങ്കിൽ മാത്രമേ നമുക്കൊരു സർജറിയിലേക്ക് പോകേണ്ടി വരും. പക്ഷേ ആളുകളത് പേടിച്ചിട്ടാണോ അല്ലെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള ഒരു മനസ്സിലാവുന്നത് അവയർനെസ് ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് എന്നുള്ളതാണ്. അത് ഇത്രത്തെ ട്രീറ്റ്മെന്റുകൾ ഉണ്ടെന്നും കാര്യങ്ങളൊന്നും അറിയാത്തത് കൊണ്ടായിരിക്കും ആളുകൾ ഇപ്പം ഒന്നും ഒരു ഫേക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ താൽക്കാലികമായിട്ടുള്ള ഒരു ചികിത്സയിലേക്കൊക്കെ ആളുകൾക്ക് സ്വന്തം ചികിത്സയിലേക്കൊക്കെ കടക്കേണ്ട സിറ്റുവേഷൻ വരുന്നത്. അപ്പം ഏതായാലും ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ശരീരത്തിന് എന്ത് വേദനകളുണ്ടെങ്കിലും അത് കൃത്യമായിട്ട് അനലൈസ് ചെയ്യുക, എന്നിട്ട് അതിന് വേണ്ട കൃത്യമായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ഏതായാലും ഇത്രയും നേരം നമ്മളുടെ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചത് നജ്മ മാം ആണ്. അപ്പോൾ മാമിൻ്റെ കൺസൾട്ടേഷനും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട്, അതായത് ശരീരത്തിൻ്റെ എന്ത് വേദനകളാണെങ്കിലും തലവേദന അല്ലെങ്കിൽ കൈവേദന, കാലുവേദന, മുട്ടുവേദന തുടങ്ങിയിട്ടുള്ള എന്ത് ശരീരവേദനകളാണെങ്കിലും നിങ്ങൾക്ക് അതിന് മാമിനെ കൺസൾട്ട് ചെയ്യാം. അതിന് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഏതായാലും നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് സംസാരിച്ച മാമിനോട് താങ്ക് യു പറയുകയാണ്. ഏതായാലും മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.